നമുക്കൊന്ന് നടക്കാൻ പോയാലോ? ഈ സ്ഥലം എവിടാന്നോ? കോതമംഗലത്തിനടുത്താണ് തട്ടേക്കാട്. തട്ടേക്കാട് അറിയാവുന്നതായിരിക്കുമല്ലോ. പണ്ട് തട്ടേക്കാട് ഒരു ബോട്ട് അപകടമൊക്കെ ഉണ്ടായി 2007 കുറച്ച് കുട്ടികളൊക്കെ മരിച്ചുപോയേ. ആ തട്ടേക്കാടും കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ പോന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടമ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. ഇപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ഥലത്തേക്കൂടെയാണ് ഈ നടന്നു പോകുന്നത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ ഒത്തിരി ആളുകൾ വന്നു പോകേണ്ടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് പറയാം. എന്തായാലും ഞാനിതിലൊത്തിരി എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. ഇതിൻ്റെ അതേ രീതിയിൽ തന്നെ ഞാനങ്ങ് അപ്ലോഡ് ചെയ്യുവാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, നിങ്ങളുടെ മനസ്സ് നിറയും ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. ഇപ്പോൾ നിങ്ങളും ആലോചിക്കുന്നുണ്ടാവത്തില്ല, ഇത്രയും ഭംഗിയുള്ള സ്ഥലമായിട്ട് ഇത് എന്തുകൊണ്ടായിരിക്കും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർന്നു വരാത്തതെന്ന്. അതിനാണെങ്കിൽ കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്. അതായത് നല്ല റിസോർട്ടുകളോ ഹോട്ടലുകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററുകളോ ഗൈഡുകളോ അങ്ങനെയൊന്നും തന്നെ അധികമായിട്ടില്ല. പിന്നെ രണ്ടാമതൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടമ്പുഴയുടെ അധിക ഭാഗവും വനഭൂമിയാണ്. അതിനാൽ എന്താണ്, പരിസ്ഥിതി നിയമങ്ങൾ ഭയങ്കര കർശനമാണ്. അതുകൊണ്ട് ടൂറിസം അത്രയ്ക്ക് അങ്ങ് കാര്യമായിട്ട് നടക്കുന്നില്ല. ഒരു പാട്ടൊക്കെ കേൾക്കുന്നില്ലേ? ഇവിടെ താഴെ കുളിക്കാൻ വന്നവർ പാടുന്നതാട്ടോ. പിന്നെ എന്താണ് അടുത്തൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യജീവികളൊക്കെ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വരെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതേ കണ്ടോ, അവിടെ ഒരു കുരങ്ങിരിക്കുന്നതായിരുന്നേ, പക്ഷേ അതിന് കിട്ടിയില്ല. ഞാൻ സൂം ചെയ്ത് നിന്നപ്പോഴത്തേക്കും കുരങ്ങിൻ്റെ പാട്ടിന് പോയി. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത് വികസിപ്പിച്ച് കൊണ്ടുവരാനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നല്ല ഒത്തിരി ആളുകൾ വന്ന് കാണേണ്ട സ്ഥലമായിരുന്നേന്. ഇതിൻ്റെ അടുത്താണെങ്കിൽ നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതമുണ്ട്, ഭൂതത്താൻകെട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടെന്താ, ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ടും ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇങ്ങനെ കിടക്കുകയല്ലേ ചെയ്യുന്നത്. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒത്തിരി ആളുകൾ വന്ന് പോവേണ്ട ഒരു സ്ഥലമായിരുന്നു ഇത്.